ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തന്നെ വിവേകിൻ്റെ അടുത്തേക്ക് ആക്കി പോവാണ് കേട്ടോ. ആർച്ചക്കുട്ടിയെ ഞാൻ നോക്കിക്കോളാം എന്ന് വിവേകും പറയുന്നുണ്ട്. അങ്ങനെ വർഷ ചോദിക്കുന്നുണ്ട്, വിവേകിന് അത് ബുദ്ധിമുട്ടാവില്ലേ? എനിക്കെന്ത് ബുദ്ധിമുട്ട്, ഇവിടെ തന്നെ നിന്നോട്ടെ എന്ന് പറയുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടി സദ്യ ഒരുക്കാനായിട്ട് പോകുമ്പോൾ മല്ലികാക്കയും അതുപോലെ തന്നെ വസുന്ധരയും വിവേകും കൂടി ആ അച്ഛമോളെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മല്ലികയോട് പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് 1 മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് എല്ലാ വിഭവങ്ങളും തയ്യാറാവണം എന്ന് പറയുന്നു. നിൻ്റെ ഉഡായിപ്പ് പരിപാടിയൊന്നും ഇവിടെ നടക്കില്ല എന്നും ഉറക്കെ തന്നെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ മോളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവൾക്ക് കഥ പറഞ്ഞു കൊടുക്കുക, എൻ്റെ ഒരു സമര പോരാട്ടത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞാലോ എന്ന് ചോദിക്കുമ്പോൾ, അതൊന്നും വേണ്ട മമ്മി, ലൈറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ മതി, അവൾ കേട്ടോളൂ എന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ എല്ലാവരും കൂടി സദ്യ ഒരുക്കുന്ന സമയത്ത് തന്നെയാണ് ആ ഒരു സംഭവം, അതായത് രാഹുൽ അങ്ങോട്ട് വരുന്നത് കേട്ടോ. ഗിഫ്റ്റുമായിട്ട്, അതായത് അഞ്ജുവിനുള്ള ഗിഫ്റ്റുമായിട്ട്. മാത്രമല്ല കണിക്കൊന്ന വാങ്ങിക്കൊടുത്തില്ലല്ലോ, അതിൻ്റെ ദേഷ്യത്തിൽ നിൽക്കുക തന്നെയായിരുന്നു അഞ്ജു. അതിനുശേഷം തന്നെ ഇതാ എൻ്റെ പ്രിയതമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ്, നല്ലൊരു ചുരിദാറാണ് ഞാൻ വാങ്ങിച്ചത്. ഓ എനിക്കൊന്നും വേണ്ട, ഒരു സമയത്ത് വരികയില്ല, കാര്യങ്ങൾ ചെയ്യുകയില്ല, പിന്നെ എന്താണ്? അപ്പോഴത്തേനും എല്ലാവരും ചോദിക്കുന്നുണ്ട്, രാഹുലേട്ടനോട് എന്തിനാ ഇത്ര ദേഷ്യം? ആ സമയത്ത് അത് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇത്ര വാശി പിടിക്കരുത്, നിനക്കിഷ്ടമല്ല ഈ ചെറിയ ഗിഫ്റ്റെങ്കിലും കൊണ്ടുവന്നല്ലോ എന്ന് പറയുന്നു. ആ രാഹുൽ ഇങ്ങനെ ചുരിദാറും സാരിയൊക്കെ ആയിട്ട് നടന്നോ. വർഷയ്ക്ക് വിവേകേട്ടൻ കൊടുത്തത് എന്താണെന്നറിയോ? ഒരു ഗോൾഡ് കോയിനാണെന്ന് പറയുന്നു കേട്ടോ. ഗോൾഡ് കോയിനോ? ഈ ഒരു പൈസ, അതായത് സ്വർണത്തിന് ഇത്രയും വില കൂടുന്ന സമയത്ത് എന്തോ ഇങ്ങനെയൊക്കെ 1.5 ലക്ഷം രൂപേൻ്റെ 1 പവൻ്റെ സ്വർണ്ണോ എന്ന രീതിയിൽ പറയുന്നു കേട്ടോ. ഇതൊക്കെ നടക്കുമോ ഇങ്ങനെ? അപ്പോഴത്തേന് വിവേക് വരുന്നുണ്ട്. അപ്പോൾ രാഹുൽ അല്ല എന്തായാലും ഗിഫ്റ്റ് കൊടുത്തത് ഇപ്പോൾ, അല്ലെങ്കിൽ രാഹുൽ ഗിഫ്റ്റുമായിട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ അങ്ങോട്ട് വിവേക് വരുന്നുണ്ട് കേട്ടോ. എന്തായാലും സദ്യയുടെ കാര്യങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഇതാ രാഹുൽ ഒരു ഗിഫ്റ്റുമായിട്ട് വന്നിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും വിലമതിക്കാത്ത ഒരു ഗിഫ്റ്റാണ് വർഷയ്ക്ക് വിവേക് കൊടുത്തത്, ഗോൾഡ് കോയിന്. പിന്നെ അതിപ്പോൾ ആരായിരിക്കും എന്നുള്ള സംശയത്തിൽ തന്നെ കേട്ടോ വിവേക് അങ്ങനെ ആ സത്യം തുറന്ന് പറയുന്നുണ്ട്. ഞാൻ വർഷയ്ക്ക് ഒരു ഗോൾഡ് കോയിൻ കൊടുത്തിട്ടില്ല. ആ സമയത്ത് അവിടെ ആരാ വന്നത് ആ ഗോൾഡ് കോയിൻ വെച്ചതെന്ന് അറിയാൻ വേണ്ടി ഞാൻ പുറത്തിറങ്ങിയതാണ്. ആ സമയത്ത് വർഷ വരികയും ആ ഗിഫ്റ്റ് എടുക്കുകയാണ് ചെയ്തത്. ആളെ വ്യക്തമായില്ല എന്ന് പറയുന്നുണ്ട്. അയ്യോ, അത് എനിക്ക് തന്നതല്ലേ, അപ്പോൾ അത് ആരായിരിക്കും? എനിക്ക് തോന്നുന്നത് ശ്രീജിത്തായിരിക്കും, അത് അബിക്ക് കൊടുത്തതായിരിക്കും എന്ന് പറയുന്നു. പക്ഷേ ഇത് നിഷേധിക്കാൻ അബിക്ക് കഴിയില്ല ഈ സമയത്ത്. അങ്ങനെ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ ശ്രീജിത്തിനെ തിരഞ്ഞുകൊണ്ട് പോവുക കേട്ടോ. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ട് തന്നെയാണ് നടക്കുന്നത്. അതിനുശേഷം തന്നെ വീണ്ടും ആ ഒരു കാര്യങ്ങളൊക്കെ എല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ ഇനിയിപ്പോൾ എന്തായാലും ആ ഒരു ഗിഫ്റ്റ് അത്രയും വിലപിടിപ്പുണ്ടെങ്കിൽ ആ സ്നേഹത്തിനും അത്രയേറെ മൂല്യം ഉണ്ടായിരിക്കും എന്ന് പറയുന്നു. അങ്ങനെ രാഹുലാണെങ്കിലോ അതറിയാൻ വേണ്ടിയിട്ടായിരിക്കും ബ്രോ ഇന്നലെ എന്നെ രാത്രി വിളിച്ചതല്ലേ? അത് തന്നെയാണ്, പക്ഷെ അത് ആരാന്നറിയില്ലല്ലോ. ഇപ്പം എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി, അത് അബിക്ക് ശ്രീജിത്ത് കൊടുത്തതായിരിക്കുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ രാവിലത്തെ കോള് ഞങ്ങൾ ശ്രദ്ധിച്ചു. എന്നാൽ പിന്നെ ഞാനത് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വർഷം അത് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. എടോ സോറി എടോ, കാരണം എനിക്കറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എടുത്തതെന്ന് പറഞ്ഞിട്ട് കയ്യിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ ആ സ്വർണ്ണക്കോയിനുമായിട്ട് നമ്മുടെ അബി പുറത്ത് പോയി നിൽക്കുന്നുണ്ട്. എന്നിട്ട് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. ഇത് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാണുമ്പോഴത്തേനും എനിക്ക് പേടിയുണ്ട്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശ്രീജിത്തിൻ്റെ സ്നേഹം എത്രമാത്രം മൂല്യമാണെന്നുള്ളത് എല്ലാവരും പറയുന്നുണ്ട്. അങ്ങനെ അഞ്ചും അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. തനിക്ക് ഈ സ്വർണം തന്നിട്ടുള്ള ആ ശ്രീജിത്ത് ഉണ്ടല്ലോ, അയാൾക്ക് തന്നോടുള്ള ഇഷ്ടം അത്രയും ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ ആ സ്നേഹത്തിന് കളങ്കമില്ലാത്ത സ്നേഹമാണ്, അത് തന്നെയാണ് എന്നും വിജയിക്കുക എന്ന് പറയുന്നു. അങ്ങനെ ആ ഒരു സ്നേഹത്തെക്കുറിച്ച് നമ്മുടെ അഭി മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ വിവേകേട്ടനേക്കാളും ഇഷ്ടം ശ്രീയേട്ടനാണ്, അതായത് വർഷയോടെന്നുള്ളത് കാര്യങ്ങൾ മനസ്സിലാവുക കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ആ ഒരു സദ്യയൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. മോൾക്കാണെങ്കിലും വിവേക് വാരി കൊടുക്കുന്നുണ്ട്. അപ്പോൾ രാഹുൽ പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരെക്കാളും ഇഷ്ടം മോൾക്ക് വിവേകിനെ തന്നെയാണെന്ന് പറയുന്നുണ്ട്. അത് ശരിയാണ്, കാരണം വിവേകിൻ്റെ കൂടെയാണ് ഇപ്പം മോള് നിൽക്കുന്നത്. മോൾക്ക് എന്താ വിശപ്പില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേനും, നേരത്തെ മോൾ കുറച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ആയതുകൊണ്ടാണ് തോന്നുന്നത്, ഇപ്പോൾ നല്ല വിശപ്പ് തോന്നുന്നില്ല മോൾക്കെന്നും വർഷ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ എന്തായാലും അടുത്ത വിഷു ആകുമ്പോഴത്തേനും ഇത്ര നല്ല ഭക്ഷണം ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റും തോന്നുന്നില്ല. കാരണം ഇപ്പോൾ വർഷ വിവേകേട്ടൻ്റെ ഭാര്യയായിട്ട് അടുത്ത വിഷുവിന് വിവേകേട്ടൻ്റെ കൂടെ ആയിരിക്കില്ലേ എന്ന് പറയുന്നുണ്ട്. ഈ പ്രാവശ്യം മാത്രമാണ് ആ മല്ലികാക്കാൻ്റെ സദ്യ കഴിക്കേണ്ടി വരുള്ളൂ. തമിഴ്നാടൻ സ്റ്റൈലുള്ള മല്ലികാക്കാൻ്റെ സദ്യ ഒട്ടും സഹിക്കുന്നില്ല. കാരണം പച്ചവെള്ളത്തിൽ പോലും അവർ മല്ലിയില കൊണ്ടുവരുന്ന സാധനമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാഹുലാണെങ്കിലോ ഇനി അടുത്ത വർഷമാകുമ്പോഴേക്കും 3 പേരും 3 വഴിക്ക് പിരിയും. അപ്പോഴത്തേനും നമ്മുടെ ശിവയ്ക്കും ഒരാളെ കണ്ടെത്തണം, മാട്രിമോണിയിലൊക്കെ പരസ്യം കൊടുക്കുക എന്നുള്ളത് ആൻറ്റി പറയുന്നുണ്ടെന്ന് പറയുന്നു. ആ സമയത്ത് അടുത്ത വിഷു ആകുമ്പോഴേക്കും
രണ്ടുപേരുടെയും വയറ്റിലൊരു കുഞ്ഞുവാവകളുണ്ടാവും എന്ന രീതിയിലൊക്കെ നമ്മുടെ അഭി പറയുന്നുണ്ട് കേട്ടോ. അത് ചിലപ്പോൾ സത്യമായിരിക്കാം, പക്ഷേ തൻ്റെ കാര്യത്തിലോ ചിലപ്പോൾ വർഷയുടെയും വിവേകിൻ്റെയും കല്യാണം കഴിയുന്നതിന് മുന്നേ തന്നെ ആ ശ്രീജിത്തുമായിട്ട് തനിക്കത് സംഭവിച്ചേ പോവാ എന്ന് പറയുന്നു. അപ്പോൾ അഭിക്കൊരു ചമ്മൽ പോലെ ആവുന്നുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങളെല്ലാവരും സന്തോഷത്തോടു കൂടിയാണ് നിൽക്കേണ്ടത്. അതിനുശേഷം തന്നെ വിവേക് പോവാൻ നിൽക്കുന്ന സമയത്ത് ആർച്ചക്കുട്ടി വിവേകിൻ്റെ കൂടെ പോകാനായിട്ട് നിൽക്കുന്നു. മോളെ പോകണ്ട, മോള് കുറച്ച് നേരം ഉറങ്ങ്, ക്ഷീണം വരും എന്ന രീതിയിലൊക്കെ വർഷ പറയുന്നുണ്ട്. എനിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് വേണ്ട വേണ്ട എന്ന് പറഞ്ഞാലും മോൾക്ക് വിവേകിൻ്റെ കൂടെ പോകണമെന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ സത്യം മനസ്സിലായി, നിങ്ങളെക്കാൾ ഇഷ്ടം വിവേകിനോട് മോൾക്കാണെന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ രാത്രി എല്ലാവരും കൂടിയും പടക്കങ്ങളൊക്കെ പൊട്ടിച്ച് ആഘോഷിക്കുന്നുണ്ട്. അങ്ങനെ രാഹുലും അതുപോലെ വിവേകൊക്കെ ഉണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ മല്ലികയ്ക്കാണെങ്കിലോ എന്തെങ്കിലും കൊനിഷ്ഠ പറയാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. അതിനുശേഷം തന്നെ വസുന്ധര മേഡം ഇങ്ങോട്ട് വായോ, ഒരു കാഴ്ച കാണാം എന്ന് പറയുന്നു. എന്താ പത്ര കാഴ്ച? പടക്കം പൊട്ടിക്കുന്നതോ? അയ്യോ, ഇത് എന്തൊരു ശല്യമാണ് മേഡം, അടുത്തുള്ള വീട്ടുകാർക്കൊക്കെ വലിയ ശല്യമല്ലേ. പിന്നെ വിഷു ആണെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ, പടക്കം പൊട്ടിച്ചിട്ട് തന്നെയല്ലേ ആഘോഷിക്കുന്നത്. അടുത്ത വീട്ടുകാരെന്തെങ്കിലും പറയാൻ വന്നാൽ ഞാൻ തിരിച്ച് പറഞ്ഞോളാം, നീ ഒന്ന് മിണ്ടാണ്ടിരിക്കുമെന്ന് പറയുന്നു. എന്തെങ്കിലും നിനക്ക് കുശുമ്പ് പറയാൻ വേണ്ടി മല്ലികക്ക വീണ്ടും പറയുന്നുണ്ട്. കണ്ടോ, ആ രാഹുലും വന്നിട്ടുണ്ട് അഞ്ജുവിൻ്റെ കൂടെ. പിന്നെ അവൻ പിന്നെ വരണ്ടേ, അവൻ്റെ ഭാര്യയല്ലേ അത്. എത്ര ബുദ്ധിമുട്ടും കഷ്ടപ്പാടുണ്ടെങ്കിലും ഇങ്ങനത്തെ ഓരോരോ ദിവസങ്ങളിൽ, അതായത് വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് തന്നെ ഇരിക്കണം. അതുകൊണ്ട് തന്നെയാണ് അത് ഏൽക്കുന്നില്ല. കണ്ടപ്പോൾ വിവേകിൻ്റെ വർഷയുടെ കാര്യമാണ് അടുത്തിട്ടാൻ പോകുന്നത് കേട്ടോ. കണ്ടില്ലേ, വിവേക് സാർ എപ്പോഴും വർഷവാപ്പാടെ കൂടെയാണ്. പിന്നെ ആച്ചമോളെ നോക്കുന്നത് മൊത്തം വിവേക് സാറാണ്. ഇങ്ങനെ പോയാൽ വീട്ടിലിരുന്ന് വിവേക് കുട്ടിയെ നോക്കൽ അവസ്ഥയായിരിക്കും എന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ വസുന്ധരയ്ക്ക് അത്ര ദഹിക്കുന്നില്ല കേട്ടോ. മാത്രമല്ല, ഞാൻ വിവേകിനെ ഇത്രമാത്രം പഠിപ്പിച്ചതും വളർത്തിയതും ഈ ഒരു കുട്ടിയെ നോക്കി വീട്ടിലിരിക്കാനല്ല, അവന് നല്ലൊരു എഡ്യൂക്കേഷനും അതുപോലെ തന്നെ അവന് നല്ലൊരു ജോബും ഒക്കെ വേണമെന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നീ ഒരു കാര്യം ചെയ്യ്, അവളുടെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വർഷയും വിവേകിനെയും എന്നെ ഒന്ന് കാണാനെന്ന് പറയുന്നു കേട്ടോ. എന്തായാലും ഞാൻ അത് പറയാം, ഇതേറ്റു. ഇനി ഇവരോട് ചോദിക്കാം. എടോ, പടക്കം പൊടിച്ച് കഴിഞ്ഞോ, എനിക്കൊരു പടക്കം തരുമോയെന്ന് മല്ലിക ചോദിക്കുന്നുണ്ട്. അക്ക ഇപ്പം തന്നെ പടക്കമൊക്കെ കഴിഞ്ഞു പോയല്ലോ. അക്കപ്പോൾ മേഡത്തോട് അവിടെ നിന്ന് എന്തോ കൊനിഷ്ഠ പറയുകയാണെന്ന് ഞങ്ങൾ കേട്ടു. എന്തായാലും അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് ഇങ്ങോട്ട് വന്നതാണല്ലേ. ഞാനതൊന്നും പറഞ്ഞില്ല. പിന്നെ മേഡത്തിന് വർഷയും വിവേക് സാറിനെയും കാണണമെന്ന് പറയുന്നുണ്ട്, ചെല്ലാനായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മലയാളത്തേക്ക് പോന്നു. എന്തോ ഒരു പ്രശ്നം ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് മല്ലികാക്ക, അതിനു വേണ്ടി തന്നെയാണ് നിങ്ങൾ രണ്ടുപേരെയും അങ്ങോട്ട് വിളിക്കുന്നത്. വല്ലാത്തൊരു സാധനം തന്നെയാണത്, അതിൻ്റെ വായിൽ വെച്ചിട്ട് വേണം പടക്കം പൊട്ടിക്കാൻ വേണ്ടിയിരുന്നതെന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം രണ്ടുപേരും കൂടി ചെല്ലുന്നുണ്ട്. വർഷയോട് ഇരിക്കാൻ പറയുന്നുണ്ട്. ഇല്ല ആൻറ്റി, ഞാനിവിടെ നിന്നോളാം എന്ന് പറയുന്നു. എന്താ മമ്മി ഞങ്ങളെ കാണണമെന്ന് പറയുന്നത്? എന്താ നിങ്ങളുടെ പ്ലാന്? ആർച്ചമോളെ എത്ര കാലം നിങ്ങളിവിടെ നിർത്തും? ഇങ്ങനെ നിങ്ങൾക്ക് ജോലിക്കും പോകാൻ പറ്റാതെ വിവേകിൻ്റെ ഭാവി ഇല്ലാണ്ടാക്കുകയാണ് കേട്ടോ അത് ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് ആ കുട്ടി ഇവിടുന്ന് മാറ്റണം എന്ന രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ വിഷു ദിവസത്തിൽ നമ്മുടെ വർഷയ്ക്ക് ഒരു വിഷമം ആവുന്നുണ്ട് കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.